കുറച്ച് കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് വിദേശങ്ങളിലേക്ക് പഠനത്തിനും മറ്റ് ജോലികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുടിയേറ്റം നടത്തുന്നു എന്നുള്ളത്. ഇന്ന് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ MLA ഈ വിഷയം എടുത്തിടുകയുണ്ടായി. അദ്ദേഹം കൂടുതൽ ഇവിടുന്ന് കൃത്യമായ കണക്കുകളൊക്കെ പറഞ്ഞാണ് MLA സംസാരിച്ചത്. കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് കേരളത്തിലെ സാഹചര്യം എന്നൊക്കെയുള്ളതാണ് ചോദിച്ചത്. മന്ത്രി അതിന് മറുപടി നൽകി. നിഷാദ്, ഇത് കുറേ കാലമായി, ഞാൻ പറഞ്ഞതുപോലെ കുറേ കാലമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടി. ഇപ്പോൾ കണക്കുകളൊക്കെ ഈ സാന്റാ മോണിക്ക പോലെയുള്ള കമ്പനികൾ കണക്കുകളൊക്കെ പുറത്തുവിടാൻ തുടങ്ങി. ഇത്ര എണ്ണം ആളുകളെ ഒരു മാസത്തിൽ 6 മാസത്തിൽ വിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്രയധികം ആളുകൾ UK ചെറിയ കേരളം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത്രയും അധികം ആളുകൾ, അപ്പോൾ അത്രയും ആളുകൾ അവിടെ എത്തി എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ട് എന്നുള്ളതുണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തൊഴിലില്ലായ്മയായിരുന്നു പ്രധാന പ്രശ്നം. പക്ഷേ അത് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നു. പ്രത്യേകിച്ച് +2 കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികളാണ് കൂടുതലായി നാടുവിടുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അല്ല, ഒന്നാമത്തെ കാര്യം, ആളുകൾ നാടുവിടുക എന്നുള്ളത് ഒരു പുതിയ പ്രവണതയല്ല. മലയാളികളുടെ പൊതു സ്വഭാവം എടുത്താൽ അവർക്ക് മൈഗ്രേഷൻ എത്രയോ കാലമായിട്ട് അവരുടെ മനസ്സിലാണ്, അല്ല അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ലോകത്തെമ്പാടും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറിക്കൊണ്ടും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒന്ന് തൊഴിൽപരമായ ആവശ്യത്തിനാവാം, വിദ്യാഭ്യാസത്തിനാവാം, വേറെ തരത്തിലുള്ള കാര്യത്തിനാവാം. അപ്പോൾ മനുഷ്യർക്ക് കുടിയേറ്റം അല്ലെങ്കിൽ യാത്രകൾ, മൈഗ്രേഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജൈവികമായ ഒരു ഭാവമാണ്. അതുകൊണ്ട് കേരളത്തിൽ മാത്രമായിട്ട് പ്രത്യേകമായി എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് വിചാരിക്കാൻ വയ്യ. പിന്നെ ഇപ്പോൾ ഈ കണക്കുകളുണ്ടായിട്ടുള്ള വർധനയാണ്. അത് സർക്കാരിന് എന്തുമാത്രം ഉത്തരവാദിത്തമുണ്ട്, സർക്കാർ മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണോ എന്നീ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ പ്രസക്തിയുള്ളത്. ഒന്നാമത്തെ കാര്യം, ആളുകൾ എന്തുകൊണ്ട് പോകുന്നുള്ള ഒരു പരിശോധന നമ്മൾ ആദ്യം നടത്തണം. ആളുകൾ പോകുന്നതിൻ്റെ കാരണം കേരളത്തിൽ തൊഴിൽ ഇല്ലാത്തത് കൊണ്ട് ആളുകൾ പോവുകയാണോ എന്ന് വെച്ചാൽ, ആളുകൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു, സ്വന്തം നാട്ടിൽ അമ്പലക്കുളവും ഞാറ്റുവേളയും ഒക്കെ ആയിട്ട് ഇവിടെ കൂടാനാണ് ആഗ്രഹം. പക്ഷേ ഇവിടെ ഒരു 10,000 രൂപയുടെ തൊഴിൽ പോലും കിട്ടാനില്ല എന്ന സാഹചര്യം കൊണ്ടാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അതാണ് ഉത്തരം. ഇപ്പോൾ കേരളത്തിൽ തൊഴിലുണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ കണക്ക് പ്രകാരം കേരളം തൊഴിലില്ലായ്മയിൽ ഒരുപാട് മുന്നിലാണ്. അതിൻ്റെ കാരണം, നമ്മളങ്ങനെ ഒരു തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള വ്യവസായശാലകളും മറ്റുമൊക്കെ ഉള്ള ആ അന്തരീക്ഷമുള്ള ഒരു സ്റ്റേറ്റ് അല്ല ഇവിടെ. എന്നാൽ അഭ്യസ്തവിദ്യരായ എമ്പാടും ആളുകളുമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കണക്കിൽ ഇവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക് കൂടിയിരിക്കും. പക്ഷേ ഇവിടെ തൊഴിൽ കിട്ടാത്തത് കൊണ്ടാണോ? തൊഴിലുണ്ടോ എന്ന് ചോദിച്ചാൽ തൊഴിലിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ട്. പക്ഷേ ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആളുകൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം തേടിയിട്ടാണ് പോകുന്നത്. എന്തിനാണ് ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാവരും പഠിക്കാനാണ് പോകുന്നത്. ഒരാൾ പഠിക്കാൻ പോകുന്ന 20 ലക്ഷം രൂപയോളം ഏറ്റവും കുറഞ്ഞ ചിലവാകും. 20 ലക്ഷം രൂപ ഇവിടുന്ന് കൊണ്ടുപോയി എവിടെയാണ്? യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഒക്കെ ആളുകൾ ചിലവാക്കുകയാണ്. അപ്പോൾ ഈ പൈസയുമായിട്ട് ആളുകൾ പോകുന്നത് എന്തിനാണ്? നമ്മൾ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി തിരിച്ചു വരാം, ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി മാസാമാസം നാട്ടിലേക്ക് അയക്കാം, ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി നാട്ടിൽ വീട് വെക്കാം, നാട്ടിൽ വ്യവസായം തുടങ്ങാം, ഈ പ്ലാനിൽ പോകുന്നവരല്ല. അവർ പോകുന്നത് അവിടെ പോവുക, അവിടെ വിദ്യാഭ്യാസം ചെയ്യുക, തൊഴിൽ നേടുക, PR എടുക്കുക, അവിടെ നിൽക്കുക, തിരിച്ചു വരാൻ ഉദ്ദേശമുള്ളവരല്ല ഈ പോകുന്നത് എന്നത് കാണണം. അപ്പോൾ അവർക്ക് ആവശ്യം ഇവിടെ നിന്ന് പോവുക എന്നാണ്. ഇവിടെ നിന്ന് പോകുന്നതാണ്. ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മെച്ചപ്പെട്ട തൊഴിലില്ല എന്ന് വെച്ചാൽ, ഇവിടെ ഒരു തൊഴിലിന് കിട്ടുന്നതിൻ്റെ സ്കിൽഡായിട്ടുള്ള ഒരു ആളാണെങ്കിൽ അയാൾക്ക് അതിനേക്കാൾ ഒരുപാട് കൂടുതൽ പൈസ വിദേശ രാജ്യത്ത് പോയാൽ സമ്പാദിക്കാൻ കഴിയും. കൂടുതൽ സാമൂഹ്യ സുരക്ഷ എന്ന് പറയുന്ന സംഗതി അവിടെ ഉണ്ട്. കുറച്ചുകൂടി സമൂഹം ചിന്തിക്കുന്ന സമൂഹം നിലയ്ക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഇവിടെയുള്ള സദാചാര പോലീസിങ്ങോ, ഇവിടെയുള്ള ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോഴുള്ള പ്രയാസങ്ങളോ, ഇവിടെയുള്ള കുണ്ടും കുഴിയുള്ള റോഡുകളോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ക്വാളിറ്റി ഇല്ലാത്ത ഫുഡോ, ജീവിത നിലവാരത്തെക്കുറിച്ച്. ഇപ്പം ഞാൻ ഒരു 6-7 മാസം മുമ്പാണ് വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ 40 വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് മടങ്ങിപ്പോകുന്നില്ല? അയാൾ മലയാളിയാണ്. അപ്പോൾ അയാൾക്ക് നാട്ടിൽ വേരുകളുണ്ട്. അപ്പം മടങ്ങിപ്പോകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അയാളുടെ ഉത്തരം, അയാളുടെ കുടുംബത്തിൽ ആരും, അയാളുടെ മക്കളോ ചെറുമക്കളോ ഒന്നും തിരിച്ച് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ താമസിക്കുന്ന രാജ്യത്ത് എല്ലാം ക്വാളിറ്റി ലൈഫാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയാൽ അവർക്ക് മെച്ചപ്പെട്ട റോഡുണ്ട്, ഏത് ഹോട്ടലിലും കയറി ഭക്ഷണം കഴിക്കാം. ഓരോ 2 ദിവസവും കൂടുമ്പോഴും മുനിസിപ്പാലിറ്റിയുടെ പരിശോധന നടക്കുന്നു, ക്വാളിറ്റി ചെക്ക് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് പോയ്സണിങ് പോലുള്ള ഏർപ്പാടുകളില്ല. ഒരു സർക്കാർ ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു പേപ്പർ കിട്ടാനോ ഭയങ്കരമായ നൂലാമാലകൾ പോലെയുള്ള പ്രശ്നങ്ങളില്ല. ടാക്സ്, കൊള്ളയടിക്കുന്ന ടാക്സ്, നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കണം, നിങ്ങൾ മേടിക്കുന്ന മുളക് പൊടിക്ക് ടാക്സ് കൊടുക്കണം, ഉപ്പിന് ടാക്സ് കൊടുക്കണം, ഇതൊന്നും അവിടെ ഇല്ല. ടാക്സിൻ്റെ കാര്യത്തിൽ വളരെ മനുഷ്യനെ അവൻ്റെ അധ്വാനത്തെയും അവരുടെ വരുമാനത്തെയും വിലമതിക്കുന്ന തരത്തിലുള്ള ടാക്സ് സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും അവരെ സംബന്ധിച്ച് അവർക്ക് ക്വാളിറ്റി ലൈഫ് കിട്ടുന്നു. ഞാൻ നമ്മുടെ നാടിനെ അവമതിച്ച് പറയല്ല, നമ്മുടെ വേറെ തന്നെ ഒരു കൾച്ചറും വേറെ തന്നെ ഒരു പോപ്പുലേഷനും വേറെ തന്നെ ഒരു രാജ്യവുമാണ്. പക്ഷേ അവിടെ ജനിച്ച ആളുകൾക്കും അവിടെ നിൽക്കുന്ന ആളുകൾക്കും കുറച്ചൊരു ക്വാളിറ്റി കിട്ടുന്നെങ്കിൽ ഇനി എന്തിനു പോയിട്ട് കുറച്ചുകൂടെ മോശം സിറ്റുവേഷൻ്റെ സങ്കീർണതയ്ക്കകത്ത് കുരുങ്ങണമെന്ന് അവർ ആലോചിക്കുകയാണ്. ഇവിടെ ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് ബെറ്റർ ലൈഫ് ചൂസ് ചെയ്യുകയാണ് അവർ.
ബെറ്റർ ജോലിയല്ല, പിള്ളേർ പോലും അതാണ് ബെറ്റർ ജോലിയല്ല അവരുടെ സ്വപ്നം. ബെറ്റർ ലൈഫ് എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, ആ പണം കൊണ്ട് മികച്ച പരിതസ്ഥിതിക്കകത്ത് ജീവിക്കണം എന്ന ആഗ്രഹം അവർ കൊണ്ടു നടക്കുകയാണ്. ആ ആഗ്രഹം കൊണ്ടാണ് അവർ പോകുന്നത്. നല്ലവർ ഉടുപ്പിടണം, ഇഷ്ടമുള്ളവർ ഉടുപ്പിടണം. അതിനിവിടെ ചിലപ്പോഴും പറ്റണമെന്നില്ല. ഇവിടുത്തെ സിസ്റ്റത്തിനകത്ത് ഇഷ്ടമുള്ള തരത്തിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രേഷനെ കുറച്ചുകൂടിയും അക്കോമഡേറ്റ് ചെയ്യുന്ന, മനസ്സിലാക്കുന്ന സിസ്റ്റം, സർക്കാർ, സമൂഹം ഇതുണ്ടാവണം എന്നുള്ള ആഗ്രഹം പുതിയ തലമുറ ആഗ്രഹിക്കില്ലേ, സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് മെച്ചപ്പെട്ട സാമൂഹ്യ അന്തരീക്ഷമാണ്. അത് തേടിയാണ് അവർ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൽ ഭരണകൂടത്തിന് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ 10-11 ലക്ഷം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ കണക്ക്, ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകളുടെ ഇത് പ്രകാരം. എന്ന് മാത്രമല്ല, ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഡോളറാണ് ഇവിടെ നിന്ന് എവിടെ പോകുന്നത്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. തിരിച്ചു വരാൻ പോകുന്നില്ല ഇവയൊന്നും. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമായിരുന്നു ഇവിടേക്ക്. അപ്പോൾ നമുക്ക് വിദേശ നാണ്യമായിട്ടൊന്നും വരാനില്ലാത്തതുമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതൊരു അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്ക് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പഠന സാഹചര്യം ഉണ്ടാക്കണം. കൂടുതൽ ആധുനികമായ കോഴ്സുകൾ, കുറച്ചുകൂടി നവീകരിക്കപ്പെട്ട കോഴ്സുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും സർവകലാശാലയിലേക്കും നോക്കുമ്പോൾ ആളുകൾക്ക് ഇവിടെ പഠിക്കാം എന്ന് തോന്നണം. നമ്മൾ ഈ പരമ്പരാഗത രീതിയിൽ പോകുന്നല്ലാതെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത് ഒരു സംഗതിയാണ്. മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷം ഉണ്ടാക്കുക. പിന്നെ മറ്റൊന്ന് സാമൂഹ്യ അന്തരീക്ഷമാണ്. അത് സർക്കാരിന് മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മളെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. മെച്ചപ്പെട്ട സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുക, അതിലേക്ക് പരിവർത്തിക്കുക, ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ തോന്നുക, മനുഷ്യരുടെ സ്വകാര്യ ജീവിതത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കൊക്കെ ഒരു പരിധിക്കപ്പറ്റ് ഇടപെടുക എന്നത് അതിനെല്ലാം അപ്പുറമാണ്. ഇപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ആയൊരു ഫ്രണ്ടുണ്ട്. അദ്ദേഹം ഇവിടെ നാട്ടിൽ മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയൊക്കെയുള്ള നല്ല വീടും വ്യാപാര സ്ഥാപനമൊക്കെ ഉള്ള നല്ല ഹെൽത്തിയായ സാഹചര്യത്തിലൂടെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാനിവിടെ പോവാണ്, കുടുംബസഹിതം ഇപ്പം ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയി അവിടെ താമസിക്കുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് എന്നയാൾ കാണുകയാണ്. ആളുകളെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മോശമായിരിക്കുന്നു. അപ്പം നമ്മളൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ എന്തിനത് അനുഭവിക്കണം എന്ന കൺസേൺ പങ്കുവയ്ക്കുകയാണ്. ഈ വിദ്വേഷത്തിൻ്റെ, ഈ തമ്മിലടിയുടെ ഒരു കച്ചവടം ചെയ്യാൻ ഇനിയിപ്പോൾ ഒരു കന്നുകാലി കച്ചവടം പോലും ഇപ്പോൾ ഇന്ത്യ നടത്താൻ പറ്റത്തില്ലല്ലോ. നടത്താൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുണ്ട്. മനുഷ്യർ വേറൊരു സർവകലാശാലയിൽ പോയി ഇപ്പോൾ വേറൊരു സ്റ്റേറ്റിൽ പോയി പഠിക്കാൻ പോയാൽ നമ്മുടെ ജാതി മതം നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു, ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആക്രമിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷം വിഭജനത്തിൻ്റേതും സംഘർഷത്തിൻ്റേതാവുകയാണ്. അപ്പോൾ വരും തലമുറ കുറച്ചുകൂടി ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരാന്നുള്ളത് രാഷ്ട്രീയക്കാർ ആലോചിക്കേണ്ടതാണ്. ഈ നമ്മളെപ്പോഴും പറയുമല്ലോ, കർണാടകയിൽ എന്തുകൊണ്ട് BJP വീണ്ടും വരാതിരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു IT ഹബ്ബാണ്. അവിടുത്തെ ആളുകൾ വെറുപ്പ് വേണ്ട, കാരണം പണി നടക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് കൂടിയാണ് മോദിജി വന്ന് പര്യടനം നടത്തിയ നഗരമണ്ഡലത്തിൽ പോലും BJP തോറ്റുപോയത്. അപ്പോൾ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് പരിവർത്തിപ്പിക്കാനൊന്നും മെനക്കെടുന്നില്ല, അവർ പോകാൻ നോക്കുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ പലതരത്തിലാണ് ഇത് കണക്റ്റായി കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക റീസൺ കൊണ്ട് മാത്രം ആളുകൾ പോകുന്നതല്ല, ആളുകൾ പുതിയ അന്തരീക്ഷം കുതിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ ആരാന്ന് പരിശോധിക്കണം എല്ലാവരും. അജിൻസ്, ഇവിടെ ഈ ബെറ്റർ ലൈഫിലേക്ക് നമ്മൾ കുറേ പോകേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ വസ്ത്രം, കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ സാമൂഹിക സാഹചര്യം, ചുറ്റുപാട്, എവിടെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, ഇതെല്ലാം എല്ലാവർക്കും, അതായത് ഒരു പബ്ലിക് സ്പേസിലേക്ക് നമ്മളെ ഇട്ട് കൊടുക്കുന്ന പോലുള്ളൊരു സാഹചര്യം ഇവിടെയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പുറത്തു പോയാൽ ഇത് അങ്ങനെയല്ല, വേറൊരു ലൈഫാണ്. അതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ ആകർഷകരാകുന്നുണ്ട്. ജോലി തേടി എന്ത് ജോലിയും പുറത്ത് ചെയ്യാം എന്നുള്ളതിലേക്ക് ആ മൈൻഡ് സെറ്റിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഇവിടെ നല്ല ബെറ്റർ ജോബ് അല്ലെങ്കിൽ വൈറ്റ് കോളർ എന്നുള്ളതിൽ മാത്രം നിന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പം പല പല കാരണങ്ങളാണ് നിഷാദ് പറഞ്ഞതുപോലെ ഇതിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അത് കേരളത്തിനെ സംബന്ധിച്ച് അത് നല്ലതാണോ നിലവിൽ? അല്ല, ഇന്ന് മാത്യു കുഴൽനാടൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് യഥാർത്ഥത്തിൽ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പക്ഷെ ആ ഗൗരവം ഞാൻ വിചാരിച്ചിരുന്നത് ചർച്ച അനുവദിക്കും എന്നാണ് സർക്കാർ. അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ചർച്ച അനുവദിക്കുന്നു. പക്ഷേ ചർച്ച അനുവദിച്ചില്ല. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല ഈ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അത് വളരെ സങ്കീർണമായ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു സാമൂഹിക പ്രതിഭാസമാണ്, ഒരു രാഷ്ട്രീയ പ്രതിഭാസം പോലുമല്ല. രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ പുറത്തുപോയി പഠിക്കുക എന്നുള്ളത് മുമ്പ് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള ആളുകളെ സംബന്ധിച്ച് മാത്രം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതിൻ്റെ ഒരു കാരണം എന്താണ്? പബ്ലിക് സെക്ടർ ബാങ്കുകൾ ധാരാളമായി വിദ്യാഭ്യാസ ലോൺ കൊടുക്കുന്നുണ്ട്. മുമ്പ് വിദേശത്ത് പഠിക്കാൻ പോകുന്നത് നമുക്ക് ലോൺ കിട്ടുമായിരുന്നില്ല, ഇപ്പോൾ വ്യാപകമായി കൊടുക്കുന്നു. അപ്പോൾ എന്താണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് ധൈര്യമായി ലോൺ എടുത്ത് പോകാം. 20-25 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും പുറത്ത് പോയി പഠിക്കാം എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇത് എക്കണോമിക് ആയിട്ടുള്ള റീസണാണ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്നില്ല? ഇത് ഒരു കേരള ഫിനോമിനോണല്ല, ഇതൊരു ഇന്ത്യൻ ഫിനോമിനോണാണ്.
ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ധാരാളമായി പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് കൂടുതലായി പോകുന്നുണ്ട്. കേരളത്തിൽ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ആനുപാതികമായി അതിൽ കൂടുതൽ പോകുന്നുണ്ടാകും ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷെ കൂടുതൽ പേരും പോകുന്നത് കേരളത്തിൽ നിന്നല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഗുജറാത്തിൽ നിന്നാണ് വലിയ തോതിൽ ഇല്ലീഗലായിട്ട് തന്നെ ഇമിഗ്രേഷൻ നടത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചപ്പോൾ എന്തുകൊണ്ട് ഇവിടെ പഠിക്കേണ്ട, പുറത്ത് പഠിക്കാമെന്ന് ചോദിച്ചാൽ ഇവിടെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നൊരു ക്വസ്റ്റ്യനുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഈ ജൂൺ ജൂലൈ മാസത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് തന്നെയുടെ ശ്രദ്ധയിലുണ്ടാവും. പല യൂണിവേഴ്സിറ്റികളിലും ഈ ഡിഗ്രി കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് ഈ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലല്ല, അതായത് സോഷ്യോളജി, ഹിസ്റ്ററി അങ്ങനെയുള്ള വിഷയങ്ങളിലല്ല, സയൻസ് വിഷയങ്ങളിൽ പോലും ഒഴിഞ്ഞു കിടക്കുകയാണ്. പ്രത്യേകിച്ച് MG യൂണിവേഴ്സിറ്റിയിലെ പല കോളേജുകളിലും ഒഴിഞ്ഞു. കുട്ടികളെ സംബന്ധിച്ചിപ്പോൾ ഞാൻ +2 കഴിഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, BSc കെമിസ്ട്രി, BSc ഫിസിക്സ് എടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ച് BSc കെമിസ്ട്രി പഠിച്ചു, അല്ലെങ്കിൽ MSc പഠിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുന്നുള്ള ക്വസ്റ്റൻ ഉണ്ടല്ലോ. ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയാൽ കേരളത്തിലെ ഇന്ത്യയിലൊരു പ്രോസ്പെക്ട്സ് എന്താണ്, എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഇന്ത്യയിലെ ഉന്നത ഗവേഷണ സ്ഥാപനങ്ങളുടെ അവസ്ഥ അതിഭീകരമായ ദയനീയമാണ്. കാരണം വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന ആളുകൾ മുഴുവൻ ഇന്ത്യ വിട്ടു പോവുകയാണ്, വിദേശ സർവകലാശാലയിലേക്ക് പോവുകയാണ്. ഇനി അധ്യാപകനാവാൻ തീരുമാനിക്കുകയാണ്, നെറ്റൊക്കെ എടുത്തു അധ്യാപകനാവാൻ തീരുമാനിച്ചാൽ നമുക്കിവിടെ ജോലി കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? നമ്മുടെ സർവകലാശാലകളിൽ അധ്യാപക നിയമനത്തെക്കുറിച്ച് കഴിഞ്ഞ 5-10 വർഷത്തിൽ വന്ന വാർത്തകളൊന്നും എടുത്തു നോക്കുക. ആർക്കാണ് ജോലി കിട്ടുക? സർവകലാശാല നിയമനങ്ങൾ ആർക്കാണ്? അത് ഭരിക്കുന്ന ആളുകളെ മാത്രമാണ് പരിഗണിക്കുക എന്നുള്ളതൊരു പ്രഖ്യാപിത തത്വമായി കഴിഞ്ഞ ഒരു റിയാലിറ്റിയാണ്. ഒന്നുകിൽ ഭരണകൂടത്തെ പുകഴ്ത്തുന്ന ആളുകൾ, ഭരണകൂടത്തിൻ്റെ ചമച്ചകൾ എന്ന് ഹിന്ദിയിൽ പറയുന്ന ആളുകൾ, അവർക്ക് സർവകലാശാലയിൽ ജോലി കിട്ടും. ഇനി PSc എഴുതി കിട്ടാമെന്ന് വെച്ചാൽ PScയിൽ നിയമനം നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. PSc നിയമനം വളരെ കുറവാണ്. നിയമനങ്ങൾ നടക്കുന്നത് തന്നെ പ്രധാനമായിട്ട് ഈ കമ്പനി, കോർപ്പറേഷൻ, KSFE അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളിൽ ഈ അടുത്തിടയ്ക്ക് എന്തൊക്കെയോ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അതല്ലാതെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ, പ്രത്യേകിച്ച് ഈ പോലീസ് സേനയിൽ അങ്ങനെയുള്ളതിലൊന്നും ജോലി കിട്ടാനുള്ള സാധ്യത തുലവും കുറവാണ്. ഇനി പ്രൈവറ്റ് സെക്ടർ നോക്കിയാലോ? പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ചാണ് ഇന്ന് മാത്യു കുഴൽനാടൻ ഒരു ഗൗരവമുള്ള ഒരു വിഷയം ഉന്നയിക്കുന്നത്. 6000 രൂപ മുതൽ 10000 രൂപ വരെ ശമ്പളത്തിന് പണിയെടുക്കുന്ന യുവാക്കൾ കേരളത്തിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഈ 6000 മുതൽ 10000 രൂപ വരെ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ, തൊഴിലുറപ്പ് പണിയാണല്ലോ ഒരു ബെഞ്ച് മാർക്ക്, അതിനും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന യുവാക്കൾ കേരളത്തിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം, അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ കേരളത്തിൽ ഭീകരമാണ്. നമ്മളത് കണ്ണടച്ചിട്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്, ശരിയാണ്. ആ അതിഥി തൊഴിലാളികൾ ചെയ്യുന്ന ജോലി ഇവർ ചെയ്യാൻ തയ്യാറാവുന്നില്ല, അത് ശരിയാണ്. അവർ ചെയ്താൽ ചിലപ്പോൾ 10,000, 15,000, 20,000 മാസം ശമ്പളം ഉണ്ടാക്കാം. പക്ഷെ അതിനുള്ള സ്കില്ലല്ല ഇവിടുത്തെ യുവാക്കൾ ആർജിച്ചിട്ടുള്ളത്. അവർ ആ പണി ചെയ്യാൻ തയ്യാറുമല്ല. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പ്രശ്നം മാത്രമായിട്ട് അടിയന്തര പ്രമേയമായിട്ട് വരുന്നെങ്കിൽ അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നം, യൂണിവേഴ്സിറ്റികളിൽ നിയമനങ്ങളുടെ പ്രശ്നം, യൂണിവേഴ്സിറ്റികളുടെ നിലവാരം, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ തോൽവിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അടുത്തിറക്കി വന്നിരുന്നു. ബഹുഭൂരിഭാഗം എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ തോക്കുകയാണ് എന്നാണ് വരുന്ന റിപ്പോർട്ട്. മറ്റൊന്ന് എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചു പൂട്ടുന്ന ആളില്ലാതെ എന്ന അവസ്ഥയും വരുന്നു. അപ്പോൾ ആ വിഷയമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇതൊരു കോംപ്ലക്സ് ആയ വിഷയമാണ്. ആ വിഷയം ഉന്നയിക്കുമ്പോൾ നിങ്ങളല്ല എഞ്ചിനീയറിംഗ് കോളേജ്, നിങ്ങൾ അനുവദിച്ച സ്വാശ്രയ കോളേജിലാണ് ആളുകൾ തോക്കുന്നത് മന്ത്രി മറുപടികളൊക്കെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, മൊത്തത്തിൽ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ, നിഷാദ് വളരെ വിശദമായിട്ട് പറഞ്ഞു. കുട്ടികൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇതല്ലാത്ത മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ നാട്ടിൽ നിൽക്കുക, കേരളത്തിൽ തന്നെ ജീവിക്കുക എന്നുള്ളൊരു നൊസ്റ്റാൾജിയ എലമെന്റ് പുതിയ തലമുറയിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു നൊസ്റ്റാൾജിയയില്ല. അപ്പോൾ പേരൻസിനോടൊപ്പം നിൽക്കുക, ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുക, കല്യാണം, കുടുംബം എന്നുള്ള കാര്യങ്ങൾ പോലും കുട്ടികൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി പോലും ചിന്തിക്കുന്നില്ല. മാത്രമല്ല അത് വേറെ വിഷയം. അതാണ് ഞാൻ വളരെ കോംപ്ലക്സ് ആണ് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ കോംപ്ലക്സ് ആണ് ഉപയോഗിക്കുന്നത്. ടാസ്ക് ആണ് ഇവിടെ നിൽക്കൽ. ഈ സ്ഥാനത്തിലേക്ക് പിള്ളേർ, അതായത് പേരൻസിനൊപ്പം നിൽക്കുക, ഇവിടുത്തെ അമ്പലക്കുളവും മഴ, മൺസൂൺ, പുഴ, കാട്, ഇത്തരം നൊസ്റ്റാൾജികളൊക്കെ പുതിയ കുട്ടികളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അവരെ സംബന്ധിച്ച് വേറൊരു ലോകം തുറന്നു കിടക്കുക. അതായത് നമ്മുടെയൊക്കെ പ്രായത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ടീനേജേഴ്സ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഭാവുകത്വമല്ല, ആ വാക്കായിരിക്കും ഉപയോഗിക്കുക, ആ ഭാവുകത്വമല്ല ഇപ്പോൾ ആളുകൾക്കുള്ളത്. അവരെ സംബന്ധിച്ച് അവരിവിടെ ഇരുന്നുകൊണ്ട് തന്നെ യൂറോപ്യൻ കൺട്രീസിൽ എവിടെ ജീവിക്കണമെന്ന് ഇവിടെ തന്നെ മാർക്ക് ചെയ്യണം. ഈ വാലയുടെ താഴെ നമുക്കൊരു വീട് വയ്ക്കാമെന്ന് ഫോണിലിരുന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കാൻ കഴിയുന്ന, അങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഒരു ലോകത്താണിത്. ഇവിടെ തന്നെ താമസിക്കണം, അല്ലെങ്കിൽ ഈ റൂട്ടിലൂടെ നമുക്ക് ബൈക്ക് റൈഡ് നടത്തണം. ഏത് റൂട്ടിൽ, സ്വിറ്റ്സർലൻഡിലെ ഏതോ കുഗ്രാമത്തിലെ ഈ റൂട്ടിലൂടെ നമുക്ക് ബൈക്ക് റൈഡ് നടത്തുന്നത് വീട്ടിൽ ഇവിടെ കോഴിക്കോട് ഇരുന്ന് കുട്ടികൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കാൻ സാധ്യമാകുന്ന സാങ്കേതിക വിദ്യയുള്ള ഒരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ ആളുകൾ ജീവിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല.
മറ്റൊരു കാര്യം മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു പ്രവണത കേരളത്തിൽ വൃദ്ധസദനമാക്കുമെന്നുള്ളതാണ്. അതിപ്പോൾ ഓൾറെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വെറുതെ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയത് നോക്കിയാൽ മതി. നമ്മൾ കാണുന്ന മനുഷ്യരുടെ ഒരു ഏജ് ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ ചുമ്മാ നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും. ജീവിക്കൽ കൂടുതൽ അങ്ങനെയല്ല, നമ്മൾ വെറുതെ റോഡിൽ ഇറങ്ങുക, നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ എതിരെ വരുന്ന ആളുകളുടെ ഏജ് ഗ്രൂപ്പ് ഏതാണ് എന്ന് നമ്മൾ വെറുതെ ഒന്ന് സൂക്ഷിച്ചാൽ കൂടുതൽ വിസിബിൾ ഭീകരമാണത്. അതായത് നമ്മൾ കാണുന്നതെല്ലാം ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ പോലും കാണുന്നത്. ചെറുപ്പക്കാർ തീരെ വളരെ കുറച്ചേ കാണാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് പരിഹരിക്കണം. എന്ത് വേണം? ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ ഇന്ത്യയെ മാറ്റിയെടുക്കണം. കേരളത്തിൽ തന്നെ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ കേരളത്തിൽ തന്നെ പഠിക്കാൻ ഉതകുന്ന നമ്മൾ യൂണിവേഴ്സിറ്റികളെ മാറ്റണം. അങ്ങനെയൊക്കെ മാറ്റും എന്നൊക്കെ ഭരണകൂടം പ്രഖ്യാപിക്കുന്നതല്ലാതെ അങ്ങനെ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ മാറ്റം വരുന്നതെന്ന് നോക്കി ക്ഷമയോടെ കാത്തിരിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിരുന്ന ഇരുത്തം ഇപ്പോഴത്തെ കുട്ടികൾ ഇരിക്കില്ല എന്നാണ്. എന്തായാലും ഔട്ട് ഓഫ് ഫോക്കസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.